ഹായ് നമസ്കാരം. എല്ലാവർക്കും AVS വേൾഡിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസ്, അറിവുത്സവം ക്വിസ്, അക്ഷരമുറ്റം ക്വിസ് എന്നീ ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് മികച്ച വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും. ശ്രദ്ധയോടെ പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? ഇന്ത്യയിൽ ആകെ 101 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയാണ് കേരളത്തിലെ റംസാർ സൈറ്റുകൾ. അടുത്ത ചോദ്യം: 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? സ്പെയിനിൻ്റെ താരമായ കാർലോസ് അൽക്കാരസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. അടുത്ത ചോദ്യം: ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആരാണ്? വീരഭദ്രൻ രാമനാഥനാണ് ഭൗമശാസ്ത്ര നോവൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരത്തിന് അർഹനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം: മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? യുംനാം ഖേംചന്ദ് സിംഗ് ആണ് മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം: കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ മലനിരയായ മീശപ്പുലിമലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സ്പീഷീസ് സസ്യങ്ങൾ ഏവ? ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന എന്നിവയാണ് മീശപ്പുലിമലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സ്പീഷീസ് സസ്യങ്ങൾ. അടുത്ത ചോദ്യം: കേരളത്തിലെ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്താൻ ഗതാഗത വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? റോഡ് സേഫ്റ്റി കേഡറ്റ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ലാൻഡിംഗ് സൈറ്റായി നിശ്ചയിക്കപ്പെട്ട ചന്ദ്രനിലെ പർവ്വതനിര ഏതാണ്? മോൺസ് മൗണ്ടൻ എന്ന പർവ്വതനിരയാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ലാൻഡിംഗ് സൈറ്റായി നിശ്ചയിക്കപ്പെട്ട പർവ്വതനിര. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. അടുത്ത ചോദ്യം: കേരള ടൂറിസത്തിൻ്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയ മണിപ്പൂരി നർത്തകി ആരാണ്? ദർശന ജാവേരി എന്ന മണിപ്പൂരി നർത്തകിക്കാണ് കേരള ടൂറിസത്തിൻ്റെ 2026 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പപ്പറ്റ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏതാണ്? പാവക്കഥകളിയാണ് പപ്പറ്റ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ലക്ഷ്മി പ്രിയാദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രമായ ബൂം ആണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം. അടുത്ത ചോദ്യം: സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കഥ, നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത് എന്ന നോവലിസ്റ്റിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് 2025 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യ USA ഫോഴ്സുകളുടെ 16ാമത് സൈനികാഭ്യാസമായ വജ്രപ്രഹാർ 2026 വേദി? ഹിമാചൽ പ്രദേശിലെ ബക്ലോ ആണ് വജ്രപ്രഹാർ 2026 വേദി. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. വീഡിയോ നന്നായി കാണുക, പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.